കണ്ട കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. വണ്ടി എടുക്കണുണ്ടോ? നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. ഈ വളവിന്റെ അവിടെ അല്ലേ, നടന്നു പോവാം. പിള്ളേരെ അതെ, ഉച്ചത്തേക്ക് കഴിക്കാനേ ചോറ് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വല്ല മുട്ട വല്ലതും വേണമെങ്കിൽ പൊരിച്ച് കഴിച്ചോ കേട്ടോ. മണി അവരെടുത്ത് കഴിച്ചോളൂ, നീ വാ. അപ്പൊ അമ്മ ഉച്ചയ്ക്ക് വരൂലേ ഇപ്പൊ? മക്കളെ ഞങ്ങൾ അക്ഷയയിലോട്ടല്ലേ പോണത്. അവിടെ ഭയങ്കര ആളൊക്കെ ആയിരിക്കും. ക്യൂ ഒക്കെ ആണെങ്കിലോ റേഷൻ കാർഡ് പുതുക്കാനാണ് പോണത്. ഈ റേഷൻ കാർഡ് എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പുതുക്കണത്? അത് ശരിയാണ് കേട്ടാ. പണ്ടത്തെ കാലത്തൊക്കെ വല്ല 10 വർഷം കൂടുമ്പോഴൊക്കെ റേഷൻ കാർഡ് പുതുക്കേണ്ട ആവശ്യം വരുള്ളൂ. എടി ഇത് ഡിജിറ്റൽ കാർഡാണ്, അതുകൊണ്ട് അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. മനസ്സിലായോ? പുള്ളിമാർ ഇവിടെ ഇരുന്നുണ്ട് ഓർഡർ ചെയ്യുമല്ലോ ഫുഡ്, മറ്റേ ഓൺലൈൻ വഴി. ഈ കാർഡ് വന്നു കഴിഞ്ഞാണ്ടല്ലോ മണ്ണെണ്ണ അരിയൊക്കെ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം. കൊള്ളാല്ലേ? നീ വാ, സമയം വേണം. അയ്യോ സത്യം പറയല, അക്ഷയയില് പോകുമ്പോഴേ നീ അവിടുത്തെ ചേച്ചിമാരുടെ ജാട മൊത്തം കാണണമെന്ന് ആലോചിക്കുമ്പോ എനിക്ക് മടി വരുന്നു. എടി ഇങ്ങനെയുള്ള സമയത്തൊക്കെ അവർക്ക് സർക്കാർ ജീവനക്കാരെക്കാളും ഭയങ്കര പവറാണ്. സഹിച്ചേ പറ്റുള്ളൂ. ഞാൻ പോയി സഹിച്ചിട്ടൊക്കെ വരാം കേട്ടാ. കഴിക്കുന്ന ആഹാരമൊക്കെ പിങ്കി, നീ എന്താ അവരോട് പോവാത്ത? സാധാരണ എവിടെ പോണെങ്കിലും കൂടെ പോവാൻ വേണ്ടിട്ട് ഭയങ്കര കിടന്ന് ആക്രാന്തം കാണിക്കുമല്ലോ. അതെ, അവര് ബേക്കറിയിലും കല്യാണത്തിനൊന്നും അല്ലല്ലോ പോയത്, അക്ഷയയിലല്ലേ. ഞാൻ പോണം. ഓഹോ, അപ്പൊ എന്റെ മോക്ക് കോമൺ സെൻസ് വന്ന് തുടങ്ങി. അതെ, നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് മുട്ട പൊരിച്ച. ആ ശരിയാണ്, പറയുമ്പോൾ എത്ര മുട്ട ഉണ്ടോ എന്തോ. എനിക്ക് വേണം എന്തായാലും ഫുള്ളും. അതങ്ങനെ നിനക്ക്? എനിക്ക് വേണം, എനിക്ക് വിശക്കണ്. ആകെ ഉള്ള പ്രോട്ടീൻ അത് മാത്രമേ ഉള്ളൂ. എത്ര മുട്ട ഉണ്ട്? നീ ഇന്ന് രാവിലെ എത്ര മുട്ട കഴിച്ചു? രാവിലെ ഞാൻ 2 കഴിച്ചോളൂ. ഇനി മൊത്തം അവിടെ ഒരു 3 മുട്ട കാണും. അത് 2 എനിക്ക് നിനക്ക് പറഞ്ഞു. അയ്യോ അത് പറ്റൂല. എന്ത് പറ്റാത്ത? എനിക്ക് അപ്പച്ചി അല്ല പരിപാടി രണ്ടുപേരും കൂടെ പതിവില്ലാതെ റൈഡ് അടിച്ചു കറക്കാം. പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വരണമെന്ന്. സർപ്രൈസ് ആയിപ്പോയി കേട്ടാ. ബാക്കി ടീംസ് ഒക്കെ ആ അവരെല്ലാരും കൂടി അക്ഷയ പോയി റേഷൻ കാർഡ് പുതുക്കാൻ. അയ്യോ എനിക്ക് വിശക്കണു. ആ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു സാമ്പാറും മുട്ടയും ഉണ്ട്, വേണമെങ്കിൽ കഴിക്കാം. പിന്നെ തോരനും. മുട്ട ഉണ്ടോ? മുട്ട ഉണ്ട്, 2 ഉള്ളൂ. അത് എനിക്കാണ്. എനിക്കും ചേച്ചി. രാമേട്ട അപ്പഴേ പറഞ്ഞാണ് കഴിച്ചിട്ട് വരാം. നിനക്കത് വേണം. എവിടെയെങ്കിലും ചായ കുടിക്കാന്നെങ്കിലും ഞാൻ പറഞ്ഞിട്ട് കേട്ടാ? ഇല്ലല്ല. അപ്പൊ നിന്റെ അമ്മയുടെ സ്പെഷ്യൽ ഉണ്ടെന്ന് അത് തിന്നാന്ന്. ഞാനേ അമ്മയെ വിളിച്ച് പറയട്ടെ, കുറച്ച് സമയം എടുത്തിട്ടേ വരുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ അച്ഛമ്മയോട് പറയാനാണോ വന്നത് രണ്ടും കൂടി? കൊള്ളാം കേട്ടാ. പിന്നെ രണ്ടുപേരും കറങ്ങാൻ പോകുമ്പോ നാട്ടുകാർക്ക് മൊത്തം പറയാൻ പറ്റുമോ? ഒരുമാതിരി എന്തായാലും വീട്ടിൽ പറഞ്ഞിട്ട് ഇറങ്ങായിരുന്നു. കള്ളൻ അതാണ് ഐഡിയ ആയിരിക്കും. ഇവിടെ വന്നേ ഇപ്പൊ കുഴപ്പം. വേറെ എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു. എനിക്ക് വിശക്കാതെങ്കിലും ഇരുന്നേനെ. അതെ, ഇനിയിപ്പോ ഒരു കാര്യം നമുക്ക് ഇവിടെ നിൽക്കാം. എന്റെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ പറയട്ടാ. ചിക്കൻ ഫ്രൈ വാങ്ങിക്കാം. അതെ, വാങ്ങിക്കണ്ട, ചിക്കൻ വാങ്ങിച്ചോണ്ട് വാ. എന്റെ ഐഡിയ എങ്ങനെ നിനക്ക് മനസ്സിലായത്? അതെനിക്കറിയാം. ഇവിടെ ഐഡിയ നീ ഉണ്ടാക്കും. അപ്പച്ചി ഉണ്ടാക്കും. അപ്പച്ചിയുടെ ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാ നീ അതിന് കഴിച്ചിട്ടുണ്ടോ? പിന്നെ കഴിക്കാതെ. അപ്പൊ ഞാൻ ചിക്കൻ വാങ്ങിച്ചോണ്ടോ? അങ്ങനെ മസാല എല്ലാം വാങ്ങണേ, ഒന്നും കാണൂല. ഇതാണ് ഇവിടെ ഒരു പരിപാടി അവതരിപ്പിക്കാത്തത്. ഇവിടെ എല്ലാം മേടിക്കണം. ഞാനേ വാട്സപ്പ് ചെയ്യാം. ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതൊന്നും ഇവിടെ കാണാറില്ല, വാങ്ങണം കേട്ടാ. മസാല ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറയാം, വാട്സപ്പ് ചെയ്യാം. ശരി, ഓക്കെ. പോണേ. അയ്യോ അങ്ങളെ പെട്ടെന്ന് വാ. അപ്പച്ചി വീണേ. ഞാൻ പോവണ്ടായിരുന്നു കേട്ടാ. യുദ്ധ മുറിഞ്ഞതാ. ആശുപത്രി പോവാ. നോക്കട്ടെ. ഹോസ്പിറ്റലിൽ പോ ചിന്നു, കളിക്കാവാ. വേണ്ട ഇവിടെ ഇരിക്കാം. ഞാൻ ഇപ്പൊ പോയതാണ് കുഴപ്പം. നിങ്ങൾ പിടിക്കണ്ടേ, നോക്കി നടക്കണ്ടേ ചിന്നു? എന്നാ അകത്തെ കൊണ്ട് തുടക്കുകയും ചെയ്യും.
ഞാൻ ബാൻഡേജ് എടുക്കട്ടെ. ഐസ് എടുക്കണ്ടേ? ഞാൻ എടുത്തിട്ട് വരാവേ. പെട്ടെന്ന് എടു. വേഗം എടുത്തിട്ട് പാടി. നല്ല ബ്ലഡ് പോണുണ്ടല്ലോ. പതുക്കെ വേണ്ട വേണ്ട വേണ്ട, ചെറിയ മുറിവല്ലേ ഇത്, വേണ്ട. നല്ല ബ്ലഡ് പോണുണ്ട്. ഉച്ച സമയമല്ലേ. ഗ്ലൂക്കോസ് ആണ് ഇത്, കൂടി ബ്ലഡ് ഒക്കെ പോയി. പക്ഷെ വേണ്ട, കുഴപ്പമില്ല. ചെറിയ മുറിവേ ഉള്ളു, പക്ഷെ ഇഷ്ടം പോലെ ബ്ലഡ് പോയല്ലേ. ഞാൻ പേടിച്ചു. ഓ ഇനി ഇത് അച്ഛൻ കാണണ്ട. എന്റെ ഭഗവാനെ വന്നു പറയല്ലേ, ഇനി തല ഇറങ്ങി അതിനെ കൊണ്ടുപോകണം ആശുപത്രി. വരുമ്പോ കാണൂലേ? ഒന്നാമത് ലോല ഹൃദയനാണ്. ഞാൻ ചെന്ന് കിടക്കാം. ഞാൻ കിടക്കാം. ഒട്ടിക്കത് ഞാൻ ഉണ്ട്, എന്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ പറ്റി എനിക്ക് ഭയങ്കര ഒരുമാതിരി കേട്ടാ. മുറിക്ക് ഞാൻ കത്രിയുണ്ട്. ഇതൊന്നും ഇല്ലല്ലോ. തല പൊട്ടിയിട്ടാ? ചെറിയ മുറിവ്. കൈവിട്. ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതിനൊന്നും ഇല്ല. ഞാൻ പോയി കിടക്കാം. മുട്ടിയില്ലടി. കുഴപ്പമില്ല മക്കളെ, ഞാൻ ഇങ്ങനെ വച്ചോളാം. ഫുഡ് കഴിക്കണില്ലേ? വേണ്ട വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പോയി കിടന്നിട്ട്. നിക്ക് ആ സൈഡിലും കൂടെ ഒട്ടിക്ക്. ആ മുടിയിൽ വെക്കാതെടി. എനിക്ക് പയ്യ മടി. ഞാൻ പോയിട്ട് ഞാൻ കിടന്ന് എണീക്കാവേ. കുഴപ്പമില്ല മക്കളെ. ഐസ് ഐസ് പറയല്ലേ, അണ്ണന്റെ അടുത്ത് വിളിച്ച് പറയല്ലേ. എന്തായാലും വരുമ്പോ കാണും. എണീറ്റാ? എപ്പാന്ന്? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. വേറെ ഉറവുണ്ടാ? കുഴപ്പമില്ല, കുറെ നേരമായി ഞാൻ ഉറങ്ങിട്ട്. അല്ല, കുറച്ചു നേരം ഉറങ്ങിയുള്ളൂ. കഞ്ഞി കുടിക്കാം നമുക്ക്. കഞ്ഞി എവിടെന്ന്? കഞ്ഞി ഞാൻ ഉണ്ടാക്കിയതാ. ചമ്മന്തി, ചുമ്മാ ചമ്മന്തി, തോരൻ, പിക്കള്. ഇത് ഇഷ്ടമല്ലേ? നീ ഇഷ്ടമുള്ള ചമ്മന്തി തന്നെ കഴിച്ചു. പാവം. ഇത്ര ചൂടൊന്നുമില്ല. വേണ്ട, ഇല്ലാതെ തരാം. വേദനയുണ്ട്? കുഴപ്പമില്ല, ഇതൊക്കെ ചെറിയ വീഴ്ചയല്ലേ. ഞാൻ കട്ട ഡെസ്പായി പോയിട്ടാ. പെട്ടെന്ന് വീണ് രക്തമെല്ലാം കൂടെ കണ്ടപ്പോ. ഇതിനേക്കാൾ വലിയ വീഴ്ച നമ്മൾ വീണിട്ടുണ്ടല്ലോ. അത് ശരിയാണ് ഏട്ടാ. നിനക്ക് ഓർമ്മ? നീ മറ്റേ തയ്യലേത് മറ്റേ നമ്മള് റബ്ബറിന്റെ കാ പറക്കിക്കൊണ്ട് വിൽക്കുന്ന ഓർമ്മ ഉണ്ടായിരുന്ന കട കൊണ്ടു കൊടുക്കുക? ഓർമ്മ ഉണ്ടാന്നാ? എന്റെ മണ്ടയ്ക്കൊന്ന് താഴെ ചാടിക്കോ പിടിച്ചോളാന്ന് പറഞ്ഞില്ലേ എന്റെ അടുത്ത്? 3 മാസം എന്റെ കാല് ഒടിഞ്ഞു കിടന്ന ഞാൻ. എടേ, അത് 3 മാസം എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ചാടാൻ പറഞ്ഞ അങ്ങനെയാണോ ചാടണത്? എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചു. ചാടാൻ പറഞ്ഞ ഒരെണ്ണം എടുത്ത് ഒറ്റ ചാട്ടമല്ല ചാടാണ്ട്. ഒരു ഇതൊക്കെ വേണം. 1 2 3 എന്ന് പറഞ്ഞിട്ട് വേണ്ടേ ചാടാൻ? സാറ്റ് കളിയാ 1 2 3 പറഞ്ഞിട്ട് ചാടാൻ. അങ്ങനെ സാറ്റ് കളിക്കാത്തതുകൊണ്ടാണ് മറിഞ്ഞ് നമ്മൾ രണ്ടും കൂടെ തറ കിടന്നത്. ചുമ്മാ കൊറേ കഷ്ടപ്പെട്ടല്ലോ ഈ 3 കറി വെക്കാനാ. എനിക്ക് കറിയൊക്കെ വെക്കാൻ അറിയാം. പിന്നെ അന്നെന്റെ സൂപ്പർ ഹീറോ അല്ലേ, ചാടാൻ പറഞ്ഞപ്പോ ഞാൻ ചാടും. എപ്പോഴും അങ്ങനെ ആയിരിക്കണം. പിങ്കിയുടെ അടുത്ത് എന്തോന്ന് പറഞ്ഞേ? പിങ്കി എന്തോന്ന് പറഞ്ഞു? ഭയങ്കര തള്ളു. എന്തോ തള്ളി? ഒട്ടകത്തിന്റെ ഭാഷ അറിയാന്ന് പറഞ്ഞ കള്ള ചിന്ന. ഒട്ടകത്തിന്റെ ഭാഷ അറിയാന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ അടുത്ത് പോയി ബാബാ സംസാരിക്കുന്നല്ല. നമ്മൾ ഒട്ടകത്തിന്റെ ബാബാ. അത് ഞാൻ സഹിക്കും. ദുബായിലെ രാജകുമാരൻ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞ
ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെന്ന് പറഞ്ഞേ? ഞാൻ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു. അത്ര എന്നിട്ട് ദുബായിൽ രാജകുമാരുടെ അടുത്ത് എന്ത് ഭാഷയിൽ സംസാരിക്കും? ദുബായ് രാജകുമാരൻ ഞാൻ എന്തോ സംസാരിച്ചു. എന്ത് സംസാരിക്കും? എന്ത് സംസാരിക്കും പറ. ഞാൻ തോന്നുന്നു പോയി സംസാരിച്ചൊന്നും പറഞ്ഞില്ല, അറിയാന്നേ പറഞ്ഞുള്ളൂ. 2 വാക്ക് പറ. എന്തോന്നു? അറബി വാക്ക് പറ. ഇല്ല ഹബീബി. ഇല്ല ബീബി. എനിക്കൊന്നും അറിഞ്ഞൂടാത്തോണ്ട് കുഴപ്പമില്ല. ഇല്ല ബീബി. ഹബീബി എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ഇല്ല. അറിഞ്ഞൂടാ? എന്തോന്ന്? ഹബീബി എന്ന് പറഞ്ഞാൽ എന്തോന്ന്? എന്തോന്ന് ഐ ലവ് യു? അതെ, നിനക്കൊരു തോന്നലുണ്ട് ഞാൻ എന്തോ പറഞ്ഞത് ഐ ലവ് യു എന്നായിരിക്കും. പിന്നെ തിരിച്ചു പോകണല്ലേ എവിടെ? ദുബായിലോട്ട്. ദുബായിലെ കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നു. ഇനി പിന്നെ അല്ല, ലീവ് തീർന്നതിന് മുമ്പ് തിരിച്ചു പോകും. കൊറേ ദിവസമായില്ലേ? അതിന് അപ്പൊ നിന്നെ കാണണ്ടേ? കാണണം, വീഡിയോ കോൾ ചെയ്യാം. പോ. ഭയങ്കര ഹൈടെക് വീഡിയോ കോൾ ചെയ്യാൻ. എത്രയോ ദിവസമായി വന്നിട്ട്. എനിക്ക് നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ പോയി. ലാസ്റ്റ് നീ ഈ ഇപ്പൊ ഒരു മൂച്ചിൽ പറയാൻ പോകുന്നു, അവിടെ ചെല്ലുമ്പോ നീ കട്ട മൂടോട്ടായിരിക്കും. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പോയിട്ട് വാ. അപ്പൊ കല്യാണം വന്നിട്ട് നടത്താം. നമുക്ക് കല്യാണത്തിന് മുമ്പ് കുറച്ച് യാത്രയും അങ്ങനെയൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് അവിടെ പോയിട്ട് വന്നിട്ട് ഇപ്പഴല്ല. ഞാൻ ദുബായിൽ നിന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യും, വീഡിയോ കോൾ ചെയ്തു. അങ്ങനെയല്ല, നീ ഇവിടെ വീഡിയോ കോൾ ചെയ്തോണ്ട് കൂടിയാണ്. അങ്ങനെ രണ്ടുപേരും 2 സ്ഥലത്ത് നല്ല കണക്കുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞില്ല. കല്യാണത്തിന് മുമ്പേ നമ്മള് കുറച്ച് യാത്രയൊക്കെ പോയാല് ഒരു രസം ഉണ്ടാവുള്ളൂ. അത് തന്നെ, യാത്ര പോകാനാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇവിടെ നിന്നാൽ ഞാൻ അങ്ങ് പോയ യാത്ര പോകാൻ പറ്റും. കുറെ പ്രാരാബ്ദങ്ങളൊക്കെ ആയൊന്നും നടക്കൂല. ട്രാവൽ ചെയ്തിട്ട് പിന്നെ കല്യാണം കഴിക്കാം. ട്രാവൽ ചെയ്തിട്ട് പിന്നെ കല്യാണം കഴിക്കാം. അത് മതി. അത് മതി, അത് ഞാൻ സമ്മതിച്ചല്ലോ. അല്ലെങ്കിൽ ഞാൻ പോണേ എന്തിന്? ഞാൻ പോയാൽ നമ്മളങ്ങനെ ട്രാവൽ ചെയ്യും. പോയിട്ട് വന്ന് ഇപ്പൊ ഞാൻ ഗൾഫിൽ പോവാൻ കുളിച്ചൊരുങ്ങി. ഇപ്പഴല്ല, എത്രയും വേഗം പോയിട്ടോ. എന്നിട്ട് ഇതുപോലെ തോരൊന്ന് ഒപ്പിക്കാൻ വരൂല. ഞാൻ തിരിച്ചു വരുമ്പോ അതാണ് പറഞ്ഞത്, ഞാൻ പോണില്ല. പോയിട്ടോ. എനിക്ക് വയ്യ, എനിക്കിന്നെ വയ്യ പോവാൻ. എനിക്ക് ആരോഗ്യത്തിന്റെ പേടിയാവണം അവിടെ പോയി ഒറ്റയ്ക്ക് ഇരിക്കണ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവൂല. എത്ര ദിവസമായി വന്നിട്ട്, ജോലിയെല്ലാം പോവും. നീ ആദ്യം കൈ കഴിയിട്ട് വെച്ചിട്ട് പോണേ. പോവില്ലേ? പറഞ്ഞ കേക്കോ? പറഞ്ഞാ കേക്കാം. ശരി, പോവാന്ന് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും ജോലി എടുത്ത് വെച്ചോണ്ടിരിക്കണം. ജോലിയും കളഞ്ഞിട്ടാണ് വന്നതെന്ന് ഇവർക്ക് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കും? ജോലി പോയ കാര്യം പറഞ്ഞ വിലയും പോവും, പെട്ടും പോവും. അപ്പച്ചി, അമ്മ പോയപ്പോ ഞാൻ ശരിക്കും വിചാരിച്ചു ഞങ്ങള് പട്ടിണിയായത്. രാമങ്ങൾ ഉള്ളതുകൊണ്ടാണ് കഞ്ഞിയെങ്കിലും കുടിക്കാൻ പറ്റി. നല്ല സൂപ്പർ കഞ്ഞിയായിരുന്നല്ലേ? നീ കുടിച്ചാടി? അങ്ങനെ കുടിക്കണല്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. ചമ്മന്തി അമ്മ വയ്ക്കുന്ന അതേ ടേസ്റ്റ് അല്ലേ? എടി, നീയാണ് എന്നെ തള്ളിയിട്ട? പിന്നാലെ ഒരു ഉന്തല് പോലെ ഫീൽ ചെയ്തായിരുന്നു. തള്ള 2 മറ്റേ ഭയങ്കര ബുദ്ധിയാണ്. ചെവി എണ്ണന്റെ കുട്ടത്തരവും കൊണ്ട് ഇനി പോവേ ഇല്ല. ഹലോ ത്രിമൂർത്തീസ്, എന്തുകൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. അങ്കളിന് എന്താ വിശേഷം? എനിക്ക് അങ്ങനെ പോണ വിശേഷങ്ങൾ കൊള്ളാം. എന്താ രാമേട്ടാ? ഞാനേ അറവാവിനെ വിളിച്ചിരുന്നു. നമ്മളെ കല്യാണ കാര്യമൊക്കെ സംസാരിച്ചു. നീ വീണ കാര്യം പറഞ്ഞു, തലയൊക്കെ പൊട്ടി എന്നൊക്കെ പറഞ്ഞു. അന്തമുണ്ട് കേട്ടാ. പുള്ളി പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, 1.5 മാസം അവളെ കൂടെ നിന്നിട്ട് അതൊക്കെ മാറിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. അപ്പച്ചി അറബിക്ക് അറിയോ? എന്നെ അറിയാമോ? അപ്പൊ ഞാൻ പറഞ്ഞ അവളെ അറിയൂലേ? അല്ല, എന്തായാലും 1.5 മാസം ലീവൊക്കെ തന്നില്ലേ, അപ്പൊ അറബി നല്ലൊരു മനുഷ്യനാണ്. അതാണ്, നല്ലൊരു മനുഷ്യനാണ്. ഇത്രയും നമ്മുടെ സ്നേഹം കാണിക്കുന്ന സ്ഥിതിക്ക് അയാൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. രാമേട്ടാ, എത്രയും വേഗം പോ. ഞാൻ പറയാൻ വരുമായിരുന്നു അങ്കളെ. അതെ, അങ്കിളല്ലേ പറഞ്ഞിട്ടുള്ളത് ഒരു അങ്കിൾ ഇല്ലാതെ അറബിക്ക് ഒരു ഇല പോലെ മറിച്ചിടാൻ പറ്റൂലെന്ന്. അത്രയ്ക്ക് സ്നേഹമാണ്. ഞാൻ പറഞ്ഞു, അങ്കിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്കിള് പോവാതെ എങ്ങനെ അറബിയുടെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കും? അയ്യോ, അത് അങ്ങനെയല്ല. അത് ഞാൻ വന്ന സമയത്ത് ആ പുള്ളി ഇത്തിരി പാട് വിട്ട്, പിന്നെ അങ്ങ് അത് മാറി. പിന്നെ ഇപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ലേ? എന്നാലും പോണയാണ് നല്ലതല്ലേ? മോശമായി നമ്മൾ ഇത്രയും നാള് ലീവ് എടുത്ത് നിക്കാന്നൊക്കെ പറഞ്ഞ മോശം. മോശമാണ്. അങ്ങൾ എന്നാ പോകുന്നേ? ഒരു ചായ കിട്ടുമോ? ചായ കിട്ടും? അത് ഇവിടെ ഉണ്ടാക്കി ചേച്ചി ആരെങ്കിലും ഉണ്ടാക്കി തന്നാ ഇത്തിരി കൊണ്ടുവരും. 2 പേരും കൂടെ കൊണ്ടുവരൂ. ഞങ്ങൾ 2 പേരും കൂടെ എന്തിനു കൊണ്ടുവരണം? എന്നാ ആരെങ്കിലും കൊണ്ടുപോവാ.
ഒരാൾ ചായ ഇടുന്നത് മറ്റേ കൊണ്ട് അപ്പൊ രണ്ടുപേർക്ക് ഒരു പ്രശ്നം ഉണ്ടാവൂലേ അത്? ആ മനസ്സിലായി ഞങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്നിട്ട് അപ്പച്ചിയായിട്ട് സംസാരിക്കണം. അയ്യേ നിങ്ങൾ എന്നെ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കണം. ആണ് ഇതങ്ങ് നേരത്തെ പറഞ്ഞാ പോരെ, ഞങ്ങളങ്ങ് ഒഴിവാക്കി തരില്ലേ? ആ മനസ്സിലായ ഇനി ഇങ്ങനെ എഴുതി പൊയ്ക്കൂടെ ഇനി? നടക്കട്ടെ. ഇല്ല പറഞ്ഞാല് പിന്നെ അപ്പം ചുട്ടോണ്ടിരിക്കണം അവിടെ. ശരി ഞങ്ങള് പോണേ. ഇരുന്നോ പോണേ കേട്ടോ. ഇപ്പൊ ചായ ഉണ്ടായി കൊണ്ട് വരാം. പതുക്കെ മതി, പാലില്ലെങ്കിൽ വാങ്ങിച്ചോണ്ട് വന്നിട്ട് മതി. പോണോ? പോയിട്ടോ. ശരി നടക്കട്ടെ കേട്ടോ. പിള്ളേരെന്ത് വിചാരിക്കും? പെണ്ണെ നിനക്ക് ഈ പിള്ളേര് വിചാരിക്കണം, അറബി വിചാരിക്കണം, നിനക്ക് ഞാൻ എന്ത് വിചാരിക്കുന്നുള്ള ഒരു ചിന്തയില്ല. പോകുന്നില്ലേ? എവിടെ അങ്ങ് പോകുന്നില്ലേ? എവിടെ? പയ്യെ പോവാ, അങ്ങനെ പെട്ടെന്ന് പോവാ എനിക്ക് പറ്റണില്ല. നീ പഴയ ഞാനേ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയാവോ? നോക്ക്, കണ്ണി നോക്ക്, നോക്ക്. ശരിക്കും ദുബായിലായിരുന്ന? ഞാൻ ശരിക്കും ദുബായിലായിരുന്നു, സത്യം. എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അവിടെ എന്തോന്നായിരുന്നു ജോലി? പറ, ഉള്ള കാര്യം പറയട്ടെ. ആ പറ, സത്യം പറ അങ്ങോട്ട്. എന്താ നീ തന്നെ പിടിക്കാൻ പറഞ്ഞല്ലേ? എനിക്കറിയാം, എനിക്കറിയാം. ഉള്ളത് ഞാൻ പറയാം. എടി ഞാൻ ഇല്ലാത്ത പൈസയൊക്കെ കൂടെ വാങ്ങിച്ച് കൂട്ടി ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ ഒപ്പിച്ചൊരുത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത് വിസ ഉണ്ടാക്കി. അവ അതും കൊണ്ടുപോയി ഏതോ ഒരു വിസ ഞാൻ ഒരു അറബിയുടെ വീട്ടിൽ പോയി പട്ടിയെ പോലെ ജോലി ചെയ്ത്. ഒട്ടകത്തിന്റെ അടുത്തല്ല, നീ സംസാരിക്കാൻ വേറൊരു ജീവി അവിടെ ബാക്കിയില്ല. ഒട്ടക, ആട്, മാട് എല്ലാത്തിനെയും നോക്കി നിന്റെ പണ്ടാരടങ്ങി നട്ടല്ല റബ്ബറായിട്ടാണ് ഞാൻ അവിടെ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ട് വന്നത്. നീ പിന്നെയും അങ്ങോട്ട് നമുക്ക് പോകാൻ പറഞ്ഞു വിട്ടാ ഞാൻ ഇനി പോയി അവിടെ അത് നിരങ്ങണോ? അപ്പൊ പൈസയൊന്നും ഇല്ലേ? പൈസയൊക്കെ ഇനി ഇല്ല. അല്ല പൈസ ഇല്ല, അതുണ്ടാക്കാം. അപ്പൊ വന്ന ബെൻസ് കാറാ? പിന്നെ ബെൻസ് കാർ പൈസ കൊടുത്ത ആളുടെ കിട്ടും. വാടകയ്ക്ക് എടുത്താ? ഒരു ആള് പറഞ്ഞിട്ട് വാടകയല്ല. സത്യം പറ, വാടകയ്ക്ക് എടുത്താ? എടി ഞാൻ എന്തൊക്കെ പറഞ്ഞാലേ നിന്റെ അടുത്തുള്ള ഇഷ്ടം മാത്രം എന്റെ സത്യമുണ്ട്. എന്റെ സ്പ്രേ, ചോക്ലേറ്റ്, പിന്നെ ഭീമാപ്പള്ളി കിട്ടാത്ത സ്പ്രേ, മുറിവ്. ശരിക്കും രാമേട്ടൻ വിചാരിച്ചാ ഈ സത്യം എല്ലാം പറഞ്ഞ ഞാൻ കല്യാണം കഴിക്കൂലെന്ന് സമ്മതിക്കൂലെന്ന് വിചാരിച്ചാ? ചിന്നു ചിലപ്പോ ഞാൻ വിളിച്ചാൽ ഇറങ്ങി വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ ഒന്ന് വിളിച്ചാലും ചിന്നു എങ്ങനെ വിളിച്ചാലും ഇറങ്ങി വരുമായിരിക്കും. പക്ഷെ രണ്ട് വീട്ടുകാർ അവരെ കാര്യം നോക്കണ്ടേ? ഞാൻ ഒരു പൈസ ഇല്ലാതെ ഇത്ര വർഷമായിട്ട് നിൽക്കണം ഞാൻ അവർ സമ്മതിക്കൂ? അതുകൊണ്ടാണ് ഈ കോടീശ്വരന്റെ കഥ അവിടെ ഓട്ടിച്ചത്. ശരിക്കും എന്നെ ഇഷ്ടമുണ്ടോ ചിന്നു? ചിന്നു എനിക്ക് ഈ ആകാശിനെക്കാളും ഇഷ്ടമാണ്. ചിന്നു സംശയമുണ്ടോ? സംശയമില്ല. നോക്കളെ കേട്ടു കേൾക്കേണ്ടതൊക്കെ ഞങ്ങൾ കേട്ടു. നിങ്ങൾ പോണം ടാറ്റ പറഞ്ഞല്ലേ പോയത്? അല്ല ടാറ്റ പറഞ്ഞു പോയെങ്കിൽ ഇതൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോ ഞാൻ എവിടെ വേണമെങ്കിലും പോ, എല്ലാം കഴിഞ്ഞില്ലേ? മക്കളെ, നിങ്ങക്ക് എന്നോട് സ്നേഹമല്ലേ? അതെ. നിങ്ങൾ എങ്ങനെ നോക്കിയതാണ് ഞാൻ? എങ്ങനെ? അത്രയും സ്നേഹത്തിലല്ലേ നിങ്ങളെ കൊണ്ടു നടന്നിട്ടുള്ളത്? അതിന് എടുത്തോണ്ട് നോക്കിയാണ് നിങ്ങളെ. ഈ കല്യാണം നടക്കുന്നവരെ രവി എണ്ണോ മണിക്കുട്ടാണോ ഈ കാര്യം അറിയാൻ പാടില്ല. എനിക്ക് വാക്കുതാ. അതൊന്ന് ആലോചിക്കണം. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം അല്ലേ? പിന്നെ ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ഒരാളെ പിടിച്ച് എന്റെ അപ്പച്ചയെ കെട്ടിച്ചു കഴിഞ്ഞാലേ അപ്പച്ചി എങ്ങനെ ജീവിക്കും? എന്റെ പിള്ളേരെ ജോലിയും കൂലിയും ഇല്ലാത്തല്ല. പിന്നെ എന്ത് ജോലിയും കൂലിയും വേണം ചെയ്തോളാന്ന്. നിങ്ങൾ അപ്പച്ചി അമ്മ സത്യമായിട്ട് ഞാൻ പട്ടിണി കിടൂല. ഞാൻ ഉറപ്പാണ്. അത് മതി എന്നാലും ഒരു വരുമാനം വേണ്ടേ? എന്ത് ജോലി വേണം ഞാൻ ചെയ്യും. എന്നാലും എന്ത് ജോലി എന്ത് ജോലി വേണം ഞാൻ ചെയ്യും. ഞാൻ ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കും. പിന്നെ ഒരു ജോലിയും ചെയ്യാൻ ഇല്ലാത്ത ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ ബിസിനസ്. പൈസ വേണ്ടേ അതിന്? പൈസ എന്നിപ്പോ തൽക്കാലം വേണ്ടാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാത്തൊരു ജോലി എനിക്കറിയാം. ഒരു സംഭവം. അതൊരു മുറിയില് ഞാൻ അത് ഹോം സ്റ്റേ കൊടുക്കാൻ പോകും. ഏത് മുറി? വിത്ത് ഹോംലി ഫുഡ്.
എവിടെ മുറി? എവിടെ? ആ മുറിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് മുറി? നമ്മളെ ഈ വീട്ടിൽ തന്നെ. ഏത് ഈ വീട്ടിലാ? ഇപ്പൊ തരും രവിയണ്ണൻ കേട്ടോ. വീടും തരും, മുറിയും തരും, എല്ലാം തരും. ഓടിപ്പോ. ആ തരൂല. അവിടെയാണ് എനിക്ക് നിങ്ങളെ ഹെൽപ്പൊക്കെ വേണ്ടത്. നിങ്ങൾ എങ്ങനെയാ പറഞ്ഞ് സമ്മതിക്കണം? നമ്മൾ ആവശ്യമില്ല ഇത്. അതിപ്പം ആവശ്യം ഞങ്ങളുടെ ആയി പോയി. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാം. പക്ഷെ വലിയ ഉറപ്പൊന്നുമില്ല. ശ്രമിക്ക. ഇതും പ്രതീക്ഷിച്ചിരിക്കണ്ട കേട്ടാ. എടി മോളെ നീ അങ്ങനെയാണോ പറയണ്ടത് എന്റെ അടുത്ത്? പിന്നെ വേറെ അവരങ്ങനെയല്ലേ പറഞ്ഞോളൂ ഇത്രയും കേട്ടിട്ട്. അയ്യോ കൊള്ളാം. ഞങ്ങളൊന്ന് പോയി പ്ലാൻ ചെയ്യട്ടെ കാര്യങ്ങളൊക്കെ. അല്ല ഇപ്പൊ ഉള്ള വണ്ടിയൊക്കെ ഉള്ളത് തന്നെ. ഏത് വണ്ടി? ഞാൻ പറഞ്ഞ വണ്ടി. ദൈവമേ, ഉണ്ടല്ലോ. അത് വാടകയാ? മണ്ണ് ഞാൻ വാങ്ങിച്ചാ. മണ്ണ് വന്ന് അറിയാമോ? ഇതൊക്കെ ഗൾഫില് പോവാ, അതാണ് ഇതാണ് വാങ്ങാത്തൊലി. പഴയ പോലെ തന്നെ. ഞാൻ മാറണോ?